സ്പെഷ്യൽ പുതിയ ഡിഷാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിക്കറിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. എണ്ണ വയ്ക്കാം ഗൈസ്. ഇത്രയ്ക്ക് വയ്ക്കണ്ടേ. എണ്ണ ചൂടാവട്ടെ. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായ ശേഷം നമ്മൾ പച്ചമുളക്, സവോള, തക്കാളി ഇടാം ഗൈസ്. കടുകിട്ടിട്ട് വേണം ഇതൊക്കെ ഇടാൻ. കടുകിട്ട് കൊടുക്കാം ഗൈസ്. വെക്കാം. സവോള, പിന്നെ വേപ്പില, പച്ചമുളക്, തക്കാളി ഇട്ട് കൊടുക്കാം. വേപ്പിലിട്ടു. തക്കാളി കുറച്ച് നേരം കഴിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇതൊക്കെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെയ്യണം നന്നായിട്ട്. ജസ്റ്റ് നന്നായിട്ട് വേവട്ടെ. ഇങ്ങനെ ആയ ശേഷം കുറച്ച് തക്കാളി ഇടാം. നന്നായിട്ട് വേവട്ടെ ഗൈസ്. നന്നായിട്ട് മിക്സ് ചെയ്യുക ഗൈസ്. നന്നായിട്ട് വേവട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഗൈസ്. തക്കാളിയൊക്കെ പൊട്ടിച്ചു കൊടുക്കാം. വെന്ത ശേഷം നമ്മൾ കപ്പിട്ട് കൊടുക്കാം. കപ്പ മിക്സ് ചെയ്യാം. അടിയിൽ കരി കണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കാണിക്കാൻ മറന്നു. ഇളക്കി കൊടുക്കാം ഗൈസ്. എത്ര നിമിഷം വേണം? കുറച്ച് നേരം ഇത് വേവിക്കാൻ വിടാം ഗൈസ്. നിങ്ങൾ പൊടിയപ്പം അല്ലെങ്കിൽ കല്ലുപ്പിട്ട് കൊടുക്കാം ഗൈസ്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് ഉണ്ടാക്കാം ഗൈസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ്. ഈ കുറച്ച് നേരം കൂടി ഇത് വേവട്ടെ. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗൈസ്. നന്നായിട്ട് ഇളക്കാം. ഇളക്കിയ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഗൈസ്. എന്നിട്ട് വെന്ത ശേഷമാണ് പൊടികളിടേണ്ടത്. നിങ്ങൾക്ക് വെള്ളം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇത് എണ്ണ റെഡി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കൂടി. 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം.
സാമ്പാർ പൊടി ഇട്ടെടുക്കാം ഗൈസ്. നമ്മൾ ജീരകപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം ഗൈസ്. കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. തമിഴ്നാട് മുളക് പൊടി. നമ്മൾ തമിഴ്നാട് മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി കൂടെ ഇടാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് വേവട്ടെ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വേവട്ടെ. വെന്തുണ്ടോ നോക്കാൻ. ഉപ്പെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സൂപ്പറാണ്. വേവണം. ഇനി കുറച്ചേരം കൂടി വേവട്ടെ. അത് കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കാം. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ശേഷം അമർത്തി നോക്കണം. അത് വെന്ത ശേഷം കുറച്ച് നേരം കഴിഞ്ഞാൽ അത് കെട്ടിയാവും. എന്നിട്ട് വെന്ത ശേഷം പൊട്ടിച്ച് വെക്കുക. അതിൽ കെട്ടി ഉണ്ടാവില്ല. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെയാണോ ടേസ്റ്റിങ് ചെയ്യാൻ പോവാണേ. കുറച്ച് പാത്രത്തിൽ ഇങ്ങനെ ഉണ്ട്. അവസാനം പിന്നെ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. ചൂട് ഗൈസ്. സൂപ്പർ ഗൈസ്, സൂപ്പർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിടുക. ബൈ.